നിങ്ങളുടെ വാഹനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഇതാ ആശ്വാസം. എല്ലാത്തരം വാഹനങ്ങളും ഇലക്ട്രിക്കും ഹൈബ്രിഡും ഉൾപ്പെടെ മെക്കാനിക്കൽ കൊളീഷൻ റിപ്പയറുകൾക്ക് ഒരേ ഒരു പേര്. മികച്ച ടെക്നീഷ്യന്മാർ, മികച്ച പാർട്സ്, അതുല്യ സേവനം. ട്രസ്റ്റസ്, ഡ്രൈവ് ഔട്ട്, വറി ഫീൽ. ഗ്ലോബൽ കൊളീഷൻ ആൻഡ് ബോഡി വർക്ക്സ്, കോങ്കേഴ്സ്, ന്യൂയോർക്ക്. ഓൾ കാർസ്, ടോട്ടൽ കെയർ, സീറോ വറീസ്. മണ്ണിന് പൊന്നിൻ വിലയുള്ളോരോ പട്ടണമല്ലേ ചാരത്ത്. കോലം ബഹുകേമം ഇനി ഞാനും ഓടേണ. കൂട്ടാരെ കലികാലം പിരിയില്ല കാലം. ഓരോരോ മോഹത്തിൻ പോയിടാം. ആകാശം മേഘം തൊട്ടേ ദൂരെ ചേരാം. കളിയും ചിരിയും തുടരാമിനിയും കടയൽ വഴിയല്ലേ. ഓരോരോ മോഹത്തിൻ പോയിടാം. ആകാശം മേഘം തൊട്ടേ ദൂരെ ചേരാം. പാടാനും പാടാനും നാടാകെ ചുറ്റാനും നാടോടി തുമ്പി ഞാനോ കൂടെ കൂടിയിടാം. Where's your mom? Thank you. എന്നാ Hi. Hello. ഹലോ വാ അങ്ങോട്ടിരിക്കാം. വാ മക്കളെ. സുഖാണോ? ആൻസേച്ചി വന്നില്ലേ? ഇല്ല, വന്നില്ല മോളെ, ഇപ്പൊ വരും. അതെ, ആൻസേച്ചി വരുന്നതിന് മുമ്പ് നമുക്ക് ഒരു അണ്ണന്മാരെല്ലാം കൂടി എങ്ങോട്ടാ? അതെ, ഒരു ചക്ക മൂത്ത് കിടപ്പുണ്ടേ, അതൊന്ന് വെട്ടിയിടാൻ പോവാ. എന്തേ നീ വരുന്ന? ഉവ്വ ഉവ്വ, ഞാനും പ്രായപൂർത്തിയായി യുവാവാ. മോനെ റേങ്കുട്ടാ, നീ ഞങ്ങളുടെ കൂടെ അടിക്കാൻ പ്രായമായിട്ടില്ല. നീ ആരെങ്കിലും പറഞ്ഞിട്ടാ നോക്കിയേ. നീ പോയിട്ടേ അടുക്കളയെന്ന് വല്ല ടച്ചിങ്സ് എന്തെങ്കിലും എടുത്തിട്ട് വാ. നീ പോരടാ. ഉവ്വ 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 ഉവ്വ. ജോണളിയ, അളിയൻ എന്താ വേണ്ട? ഒരു ചെറുതെടുത്തോളിയാ, ഐസ് വേണ്ട കേട്ടാ. ഓക്കെ. നിനക്ക് വേണോടാ? ഏയ്, എനിക്ക് വേണ്ട. ആ, ഇത് ചുമ്മാ എന്നതാ വേണ്ടെന്ന് പറഞ്ഞാ മതി. അയ്യടാ, മകന് കള്ളൂറ്റി കൊടുക്കുന്ന ഒരു ന്യൂജന അപ്പൻ. അതിനെ അളിയാ, തന്നോളം ആയ താനെന്ന് വിളിക്കണം. ആഹാ, ഞാൻ ജാഗം കിടക്കുന്ന നേരത്ത് ഒരു തുള്ളി സ്മോള് എനിക്ക് വായിലേക്ക് ഒഴിച്ചു തരാൻ ഇവൻ മാത്രമേ കാണത്തുള്ളൂ. അതിന് നീ പേടിക്കണ്ട ജോസൂട്ടി. ഐവി ഇടുമ്പോ കുപ്പിയിൽ കള്ള് ചേർക്കണ കാര്യം ഞാൻ ഏർപ്പാട് ചെയ്തോളാം. Hello aunty. ഹായ്. How are you? ഗുഡ് ഗുഡ്. സുഗുണ, ആ. ഇത് ട്രീസയുടെ കയ്യിലേക്ക് കൊടുത്തേക്ക്. Thank you. അങ്ങോട്ട് വെച്ചോ. ഹായ് ചേച്ചി. ഹലോ ചേച്ചി. എന്നാ പറയുന്നടി? വാ ചേച്ചി, കേറി വാ, കേറി വാ. ഞങ്ങൾ ഇവിടെ ചേച്ചിയെ നോക്കിയിരിക്കല്ലായിരുന്നോ? ഡേ ആൻസി ആന്റി വന്നിട്ടോ? ചേച്ചി ലേറ്റ് ആണല്ലോ. ഇവനെ കാത്തു നിന്നതാ ഈ സുഗുണനെ. ഒരിടത്തും സമയത്തെത്തുകയല്ല. അതെങ്ങനെയാ? ചേച്ചിയുടെ ഒരുക്കം കഴിഞ്ഞാലല്ലേ എനിക്ക് കൊണ്ടുവരാൻ നോക്കൂ. ന്യൂജൻ ഐശ്വര്യ റോയ് ആയി പോയില്ലേ? നിങ്ങൾ എല്ലാവരും നേരത്തെ എത്തിയോ? ഇല്ല, ഒരു 10 മിനിറ്റ് ആയിക്കണം. അല്ലടാ ചോദിച്ചോട്ടെ. അത്രേ ഉള്ളൂ. എന്നിട്ട് നാക്ക് വഴങ്ങുന്നില്ലല്ലോടാ.
ഏയ് മണം ഇവിടെ നിന്നാ കിട്ടും. എനിക്ക് ചേച്ചി ഇപ്പോഴും ഫിസിയോതെറാപ്പിക്കൊക്കെ പോകുന്നുണ്ടോ? അത് പിന്നെ നിർത്താൻ പറ്റുമോ മോളെ? ഉം. ആഹാ കപ്പയും മീനും അടിപൊളി. ഈ വയ്യാത്ത കാലും വെച്ച് ചേച്ചി ഇത്രയൊക്കെ ഉണ്ടാക്കിയല്ലോ. എനിക്ക് ജോലിയായി പോയി, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിയേനെ. ഉം. എന്നിട്ട് നിനക്ക് 2 ദിവസം അവധിയായിരുന്നെന്ന് നിന്റെ കെട്ടിയോൻ പറയുന്ന കേട്ടായിരുന്നല്ലോ. ഉം. പിള്ളേരെ, നിങ്ങൾ ഇതൊക്കെ എടുത്ത് ആ ഡൈനിങ് ടേബിളിൽ ഒന്ന് കൊണ്ടുവച്ചേ. ആഹാ, നീ എവിടെ ഉണ്ടായിരുന്നോടി? ഞാനിവിടെ ഉണ്ടായിരുന്നു ചേച്ചി. ആ ജോണേ, എല്ലാം കിട്ടിയോ? അല്ല, ലൈസൻസ് കിട്ടിയോന്ന്. അതില്ലേ ചേച്ചി, അത് ജന്മത്തിൽ കിട്ടും തോന്നണില്ല. ഞാനിങ്ങനെ തുരുമ്പിച്ച് പോവാനായിരിക്കും എന്റെ വിധി. അല്ല ചേച്ചി, കൊളസ്ട്രോളും ഷുഗറൊക്കെ നോക്കാറുണ്ടാ? എന്തോന്ന്, കയ്യിൽ കിട്ടണതെല്ലാം വാരി വലിച്ചു കഴിക്കും. വരുന്നിടത്ത് വെച്ച് കാണാൻ ജോണേ. കറക്റ്റ് സമയത്ത് വന്നല്ലോ. പിന്നല്ലാതെ നടപടിയാവുമെന്ന് എന്തൊരു എനിക്ക് തോന്നുന്നില്ല ബോറടിയാ. അതെ സുഗുണ, പറഞ്ഞാലിങ്ങനെ കേട്ടോ. നീ ഞങ്ങളുടെ ആ ബാത്റൂമിലെ ഇതൊക്കെ ഫ്ലഷ് ഒന്ന് നോക്കി. നിന്റെ ഒരു ചെറിയ വീട്ടുകാരല്ലേ? ലീക്ക് ഉണ്ട്. ഒന്ന് നോക്കടാ. വിട്ടോടാ. എന്നാ പിന്നെ ആയിക്കോട്ടെ. ഞങ്ങളുടെ ബാത്റൂമാണേ. ഇവനൊക്കെ ആരുടെ ഇങ്ങോട്ട് വിളിച്ചത്? ഇനി പറ ചേച്ചി. അതിപ്പോ വേറൊന്നുമല്ല, ഞാനാണല്ലോ നിങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നതും രക്ഷപ്പെടുത്തിയതും. ചേച്ചി കാര്യം പറ. സ്ട്രോക്ക് വന്ന് ഡിസബിലിറ്റിയിൽ ജീവിക്കുന്ന ഒരാളാ ഞാന്. ജോലിയില്ല. ആകെയുള്ള വരുമാനം സർക്കാർ തരുന്നതാ. ഇത് അമേരിക്കയാ, വിധവാ പെൻഷനൊന്നും ഇല്ലാന്നറിയാവല്ലോ. നാട്ടിലെ വീടേ എന്റെ ചോരയും നീരും വറ്റിച്ചുണ്ടാക്കിയതാ. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. ഉം. അതിനുള്ള സ്നേഹവും ബഹുമാനവും ഞങ്ങൾ തരുന്നുണ്ടല്ലോ. അല്ലാണ്ട് പിന്നെ. ആണല്ലോ, ഉണ്ടല്ലോ. അപ്പൊ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചാച്ചനെ വിസ കിട്ടി. ഇതെന്തിട്ട് ആ, വേണം? അതിപ്പോ ഐ എം നോട്ട് ഫിനിഷ്ഡ്. അടുത്ത മാസം മുതല് ചാച്ചൻ അമേരിക്ക കാണും. നിങ്ങളുടെ 3 പേരുടെയും വീട്ടില് മാറി മാറി നിൽക്കും. അതിന് തടസ്സമൊന്നും പറയരുത്. അടുത്ത മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് വളരെ പെട്ടെന്നായി പോയില്ലേ? വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടെ കാലം കുറയായി. അപ്പൊ അത്ര പെട്ടെന്നൊന്നും അല്ല. പക്ഷേ ഈ കൊല്ലം ചാച്ചന് വയസ്സ് 84. ഓർമ്മയുണ്ടോ? ആഴ്ചയിൽ ഒരു ദിവസെങ്ങാനും ആണെങ്കിൽ ഞാൻ കൊണ്ടുപോവാം. പക്ഷേ സ്ഥിരമായിട്ട് അതെ, എനിക്ക് ഡബിൾ ഷിഫ്റ്റ് ആയതുകൊണ്ടാ ജോസൂട്ടി അങ്ങനെ പറഞ്ഞത്. ഞങ്ങളുടെ കൂടെ നിന്നോട്ടെ. പക്ഷെ അതിനു മുന്നേ ആ വീടിന്റെ പറമ്പിന്റെ കാര്യത്തില് ഒരു തീരുമാനമാക്കണം. അത് സൂസനും കൂടെ അവകാശപ്പെട്ടതാണല്ലോ. അതെങ്ങനെയാ ജോണളിയ? നല്ല സ്ത്രീധനം തന്നിട്ട് തന്നെ അവളെ കെട്ടിച്ചയച്ചത്. ഒച്ച വെക്കരുത്, സമാധാനായിട്ട് പറഞ്ഞാ മതി. ഞാനൊരു ഡോക്ടറാണ്. ഒരു ഡോക്ടർക്ക് കിട്ടേണ്ട സ്ത്രീധനാണോ നിങ്ങൾ എനിക്ക് തന്നത്? എനിക്ക് അർഹതപ്പെട്ട എന്റെ പകുതി പോലും നിങ്ങൾ തന്നിട്ടില്ല. എന്തോന്ന് ഡോക്ടറാണ് അളിയ. അമേരിക്കയിൽ വന്നിട്ടേ വർഷം 8 or 10 കഴിഞ്ഞില്ലേ. ഇപ്പോഴും ലൈസൻസ് ഒന്നും ഇല്ലല്ലോ. പിന്നെ ആ കണക്കൊന്നും ഇവിടെ പറയണ്ട. ആരാ? ഓ, ഇത് ഫ്രണ്ടാ, കൂടെ പഠിച്ചതാ, ജൂനിയറായിട്ട് പഠിച്ചതാ. ഞങ്ങളിങ്ങനെ അപമാനിക്കാനാണോ ചേച്ചി വീട്ടിൽ വിളിച്ചു വരുത്തിയത്? അമേരിക്കൻ ലൈസൻസ് ഇല്ലായിരിക്കാം, പക്ഷെ ഒരു മെഡിക്കൽ ഡോക്ടറെ എവിടെ മെഡിക്കൽ ഡോക്ടർ തന്നെ അളിയാ. അപ്പം നീയോടാ ജോർജ് കുട്ടി? അതിപ്പം സ്ഥിരമായിട്ട് നിർത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഞങ്ങൾക്കും പാടായിരിക്കും. ചാച്ചന്റെ ചില ശീലങ്ങളെ അത് വലിയ പാടാ പിള്ളേർക്ക്. അതുകൊണ്ടാ. അത് ശരിയാ. വെളുപ്പിന് എഴുന്നേറ്റുള്ള ചുമയും കാർപ്പീരും തുപ്പലും ചീറ്റലും. വെളുപ്പിനെയാ മനുഷ്യന് ഇത്തിരി ഉറക്കം കിട്ടുന്നത്. എപ്പോഴും മലയാളം TV കണ്ടോണ്ടിരിക്കണം. പിള്ളേര് ചോദിച്ചാ പോലും റിമോട്ട് കൊടുക്കുകയല്ല. കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോ ആകാശ് മോന് വലിയ വിഷമമായി പോയി. കുടുംബത്തിലെ മൂത്ത ആളെന്ന നിലയ്ക്ക് എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. ചാച്ചന് വയസ്സ് 84. പല അസുഖങ്ങളും ഉള്ളതാ. ഇന്നോ നാളെയോ എന്നും പറഞ്ഞിരിക്കുന്ന ആളാ. ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ ഒരു തർക്കത്തിന് ഇടവരുന്ന സാഹചര്യം ഉണ്ടാവരുത്. കാര്യങ്ങൾ നേരത്തെ തന്നെ തീരുമാനിക്കണം. അതിന് ചാച്ചൻ വിൽപ്പത്രമൊക്കെ എഴുതി വെച്ചിരിക്കുവല്ലേ? ഞാനത് കണ്ടു. എനിക്ക് വടക്കു വശത്തെ 3.5 ഏക്കർ, അത് മുഴുവൻ കല്ലും മുള്ളുവാ. എനിക്ക് നല്ല മണ്ണാ കിട്ടിയത്. പക്ഷേ 1.5 ഏക്കറേ ഉള്ളൂ. അത് നീ മറക്കരുത്. അപ്പം നല്ല ഒന്നാന്തരം ഒരു വീടും കൂടെ കിട്ടിയില്ലേ? പിന്നെ എല്ലാ ദിവസവും വീടിന്റെ ഒരു കഷ്ണം എടുത്ത് ചവച്ചു തിന്നാലേ വിശപ്പ് മാറുമല്ലോ. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു. ചാച്ചനെ റയാൻ പോയി കൊണ്ടുവരട്ടെ. ഉം. അവൻ ഇഷ്ടമാ ചാച്ചനെ, ചാച്ചന് അവനെ. ചാച്ചൻ ഞങ്ങളുടെ കൂടെ നിന്നോട്ടെ. അതെ. ഞാൻ പറഞ്ഞു തരട്ടെ. ഞങ്ങൾക്ക് വീടും ചേർന്ന് കിടക്കുന്ന 3 ഏക്കറും കിട്ടണം. ചാച്ചനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം. ഇവിടെ എത്തുന്ന നാള് മുതൽ ചാച്ചനെ അടക്കുന്ന ദിവസം വരെ ഉള്ള ചെലവ് ഞാൻ വഹിച്ചോളാം.
അതത്ര ചെറിയ കാര്യമൊന്നുമല്ല. അതെങ്ങനെ ശരിയാവാനാണ്? ശരിയാവില്ല ചേട്ടാ. ഞങ്ങൾ ആ, സമ്മതിക്കുന്നില്ല ഈ പറയുന്നേ. ആ, ഒന്നും നിർത്താനാ. അതേ ശരിയാവുള്ളൂ, അതേ ശരിയാവുള്ളൂ. അതേ മതി, മതി. നിർത്തടാ. ഞാനൊന്ന് പറയട്ടെ. ഇഷ്ടത്തിന് മധൂസ, ഇതേ നടക്കില്ല. നിർത്തടി. ഈ ചേട്ടനെ അനിയനൊന്നും അല്ലല്ലോ ഞാൻ നേരത്തെ കണ്ടത്. എല്ലാവരുടെയും തനി നിറം ഞാൻ കണ്ടു. ഇങ്ങനെയൊന്നും അല്ല ഞാൻ കരുതിയിരുന്നത്. നാണോ ഇല്ലല്ലോ. പേര് കേട്ട കുരിശുമറ്റൻ തോമാച്ചന്റെ മക്കൾ സ്വത്തിന്റെ പേരിൽ സ്വന്തം ഒപ്പനായിട്ട് വട്ടുതട്ടുന്ന കാഴ്ച. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എല്ലാവരോടും കൂടെ ആലോചിച്ച ചാച്ചനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചതും ഫയൽ ചെയ്തതും. അപ്പൊ എന്തേ ഇതൊന്നും നിന്റെയൊക്കെ വായിന്ന് വരാതിരുന്നത്? നിങ്ങളും മക്കളെയൊക്കെ വളർത്തുന്നുണ്ടല്ലോ. നമ്മളെയൊക്കെ വളർത്തി ഈ നിലയിലെത്തിക്കാൻ ചാച്ചനും അമ്മച്ചിയും പെട്ട പാട് നിനക്കൊക്കെ അറിയാവോ? കിടക്കയില് മുള്ളി, നിക്കറിൽ തൂറി, മൂക്കളയെ ഒലിപ്പിച്ച് നടന്നൊരു കാലം ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ. ഇപ്പൊ സ്വന്തം കാലിൽ ഞെളിഞ്ഞ് നിക്കാറായപ്പോ അപ്പൻ അധികപ്പറ്റ്. ഇത്രയും നാളും നമ്മുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രം കഷ്ടപ്പെട്ട ചാച്ചന് വയസ്സുകാലത്തെങ്കിലും അല്പ സമാധാനവും സ്നേഹവും സംരക്ഷണവും കൊടുക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനായി ഈ കടിയും മുറുമലും. വേറൊരു ഇടമില്ലെങ്കിലും ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോകും. ചെറുതാണെന്നേ ഉള്ളൂ, എനിക്കുണ്ടൊരു വീട്. എന്തായാലും നിന്റെയൊക്കെ തനിനിറം മനസ്സിലായല്ലോ. അത് പിന്നെ ചേച്ചി മോറി നിക്കടാ. ചേച്ചി ഒന്ന് നിന്നേ. ചേച്ചി പറഞ്ഞതില് കാര്യവുമുണ്ട്, സത്യവുമുണ്ട്. പഴയതൊന്നും മറക്കരുത്. ചാച്ചൻ സഹിച്ച വേദനകൾ കുറെയെങ്കിലും എനിക്ക് ഓർമ്മയുണ്ട്. ഞാനാണല്ലോ മൂത്തത്. ചാച്ചൻ ഇവിടെ വരുമ്പോ ചാച്ചനെ നോക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പിന്നെ എങ്ങനെയാ ജോസൂട്ടി? എങ്ങനെയൊക്കെ ചെയ്യല്ലേ? എന്താ പറയാ,